ഗൈസ്, ഏലിസ് എൻജോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു ഇൻഫർമേഷൻ അതാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. പല ആളുകളും നമ്മുടെ അടുത്ത് പേഴ്സണലി വന്ന് മെസ്സേജ് അയക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതേപോലെ തന്നെ ഒരു പ്രോപ്പർ CV എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, ഒരു പ്രോപ്പർ CV ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ അതിനകത്ത് ആഡ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് പല ആളുകളും വരാറുണ്ട്. അപ്പം ഞാൻ ഇവരുടെയൊക്കെ CV നോക്കിയ സമയത്ത് കുറേയേറെ ആളുകളുടെ CVയിൽ കണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പല CVകളിലും വേണ്ടതായ ഡീറ്റെയിൽസ് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് വിഷമിപ്പിക്കുന്ന ഒരു ഘടകം. കാരണം എല്ലാവരും യൂസ് ചെയ്യുന്ന ആ പഴയ CVയുടെ ആ ടെക്നിക്ക്, ആ പഴയ CVയുടെ സ്ട്രക്ചർ, അതാണ് എല്ലാവരും ഫോളോ ചെയ്യുന്നത്. എല്ലാ CVക്കകത്തും എന്താ ഉള്ളത്? ബേസിക്കലി ഒരു നെയിമിൻ്റെ ഒരു സെക്ഷൻ കാണും, അഡ്രസ്സ് കാണും, അതായത് നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ്, ഇമെയിൽ ID ആവട്ടെ, ഫോൺ നമ്പർ ആവട്ടെ, ഈ വക കാര്യങ്ങളെല്ലാം കാണും. അതിനുശേഷം എല്ലാവരും ചെയ്തു വെച്ചിരിക്കുന്നത് അവരുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും അവരുടെ എക്സ്പീരിയൻസസും. സോ ഇവിടെ പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്ന എന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനുണ്ട്. അതേതാണെന്നറിയോ? സ്കിൽ സെറ്റിൻ്റെ സെക്ഷൻ. എഡ്യൂക്കേഷൻ്റെ സെക്ഷനൊക്കെ നമുക്ക് വാരി വലിച്ച ആളുകൾ എഴുതുന്നത് മാറ്റിയിട്ട് സ്കിൽ സെറ്റിൻ്റെ കാര്യത്തിലും നമ്മുടെ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ സമ്മറികളുടെ സ്ഥലത്തും കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ അതാണ് പ്രോപ്പറായിട്ട് നമ്മൾ CV ക്രിയേറ്റ് ചെയ്യേണ്ട പ്രോപ്പർ മെക്കാനിസവും പ്രോപ്പർ വേയും. അപ്പം പലരുടെ CV നോക്കുമ്പം സ്കിൽ സെറ്റിനകത്ത് അല്ലെങ്കിൽ സ്കില്ലിൻ്റെ സൈഡിൽ ആകെപ്പാടെ അവർ ആഡ് ചെയ്തേക്കുന്നത് MS ഓഫീസ് അല്ലെങ്കിൽ എക്സൽ, പവർ പോയിൻറ്റ്, ഇതൊക്കെയാണ് ചിലർ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഓക്കെ, സ്കിൽ സെറ്റ്സ് ആണ്, ഓരോ ടൂളാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ഓറിയൻറ്റഡ് ആയിട്ട് അവർ ചെയ്യുന്ന ജോലിയുമായിട്ട് ബന്ധപ്പെട്ട ടൂൾസും അതേപോലെ തന്നെ അവർ അതിൽ നിന്ന് ആർജിച്ചെടുത്ത സ്കിൽ സെറ്റ്സും അതിൽ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു റിക്രൂട്ടർ അല്ലെങ്കിൽ ഒരു HR ഇത് ചെക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഓൺ ദ സ്പോട്ടിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാനും അവരെ ആ ഒരു പർട്ടിക്കുലർ റോളിലേക്ക് സെലക്ട് ചെയ്യാനും പറ്റും. ഇന്നത്തെ ലോകത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പം ആയിരക്കണക്കിന് റെസ്യൂമീസാണ് ഒരു HR കയ്യിൽ അല്ലെങ്കിൽ ഒരു റിക്രൂട്ടറുടെ കയ്യിലേക്ക് കിട്ടുന്നത്. സോ ഇങ്ങനെ ആയിരക്കണക്കിന് റെസ്യൂമി അല്ലെങ്കിൽ ഈ പറഞ്ഞ CV കിട്ടിക്കഴിഞ്ഞാൽ ഒരു HR അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് HR പോലും ഇത് പോസിബിൾ അല്ല ഇത് മൊത്തം ചെക്ക് ചെയ്യാനും മാനുവലി പോയിട്ട് ഇത് മനസ്സിലാക്കാനും. അപ്പോൾ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർക്കൊരു ആപ്ലിക്കേഷൻ കാണും. ആ ആപ്ലിക്കേഷനിലേക്ക് ഈ വരുന്ന ഓട്ടോമാറ്റിക്കായിട്ട് ഈ വരുന്ന CVകളെല്ലാം അതിനകത്തേക്ക് പോവുകയും അവർക്ക് വേണ്ട സ്കിൽ സെറ്റ്സും അവർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻസും ഉള്ളത് ആ ആപ്ലിക്കേഷനല്ലേ ആ സിസ്റ്റം തന്നെ സോർട്ട് ചെയ്ത് അവരിലേക്ക് കൊടുക്കത്തുള്ളൂ. 1000 ആപ്ലിക്കേഷൻ വെക്കുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് 50 എണ്ണമായിരിക്കും നമുക്ക് സോർട്ട് ചെയ്ത് കിട്ടുന്നത്. ഈ 50 എണ്ണത്തിനാണ് ഇൻ്റർവ്യൂ കോൾ ലെറ്ററും ഇൻ്റർവ്യൂ കോളും വരുന്നത്. സോ ഇത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ജോബിന് അപ്ലൈ ചെയ്യുമ്പം, ഓരോ ജോബിനും അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യം. നിങ്ങളിപ്പം നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും എവിടെയാണെങ്കിലും ജോലി നോക്കുന്ന ഒരാളാണെങ്കിൽ ഫസ്റ്റ് നിങ്ങളൊരു ജോബ് പോസ്റ്റിംഗ് കാണുമ്പം, നമ്മൾ ഇതിനു മുമ്പ് പല ആപ്ലിക്കേഷൻസ് നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്, ലിങ്ക്ഡിൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനകത്തൊക്കെ കെട്ടുകണക്കിന് ജോബ് ഓപ്പർച്യൂണിറ്റീസും വരാറുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഇലക്ട്രീഷ്യനായിട്ട് നാട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ ഇലക്ട്രീഷ്യനായിട്ടുള്ള ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യാവുള്ളൂ. അല്ലാതെ നമ്മളൊരു വർക്ക് വിസ പ്രൊവൈഡ് ചെയ്യുന്നു അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് പോകുന്ന ആളുകളെ പോലെ അല്ല. നമ്മൾ ഒരു പർട്ടിക്കുലർ ജോബിന് വേണ്ടി അപ്ലൈ ചെയ്ത് നമ്മൾ ആ ഒരു എംപ്ലോയർ ത്രൂ നമ്മൾ മൈഗ്രേഷന് നോക്കുന്ന ആളാണെങ്കിലും, ഒരു എംപ്ലോയറുടെ അടുത്ത് നമ്മൾ ജോലി കിട്ടി നാട്ടിൽ തന്നെ സെറ്റിൽ ആവാൻ നോക്കുന്ന ആളാണെങ്കിലും, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ജോലിയുടെ ജോബ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. അതറിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ അതിന് അപ്ലൈ ചെയ്യാവുള്ളൂ. നമ്മുടെ ക്വാളിഫിക്കേഷൻസ് നമ്മുടെ സ്കിൽ സെറ്റ്സും അതിന് ഈക്വൽ ആണ്, അല്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് കോൺഫിഡൻ്റ് ആണെങ്കിൽ നമ്മൾ ആ CV അതനുസരിച്ച് അപ്ഡേറ്റ് ചെയ്തിട്ട് വേണം അതിനകത്തേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി. ഇത് ചെയ്യാതെ നമ്മൾ കാളം പോളം കാണുന്ന എല്ലാ ആപ്ലിക്കേഷൻസ് അല്ലെ ഈ കാണുന്ന എല്ലാ ജോബ് പോസ്റ്റിങ്ങിനും നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ റോളിന് നമുക്ക് കോളും വരത്തില്ല, നമ്മൾ സെലക്റ്റീവ് ആവത്തില്ല. കുറേ കഴിയുമ്പോഴത്തേനും നമ്മൾ കണ്ടിന്യൂസ് ഇങ്ങനെ ചെയ്ത് ആരും വിളിക്കാതെ വരുമ്പോൾ നമ്മൾ തന്നെ ആ നെഗറ്റിവിറ്റി നമ്മളിലേക്ക് വരികയും നമ്മളൊരു മടി പിടിച്ച് നമ്മളൊരു സൈഡിലേക്ക് ഒതുങ്ങിക്കൂടാനും ഇതൊന്നും നടക്കത്തില്ല എന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മുടെ മൈൻഡ് ചേഞ്ച് ആവുകയും ചെയ്യും. സോ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് എപ്പോഴും പറയുന്നത് നമ്മുടെ CV പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്യുക, ലിങ്ക്ഡിൻ പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്യുക. നമ്മുടെ ഒരു ഓൺലൈൻ വെർഷൻ ഓഫ് CV ആണ് ലിങ്ക്ഡിൻ. സോ അത് ലിങ്ക്ഡിനും പ്രോപ്പറായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. അത് സെറ്റ് ചെയ്ത് വെക്കാതെ പുറത്തേക്കൊക്കെ നമ്മൾ ജോലി നോക്കുന്ന ആളുകൾ ലിങ്ക്ഡിൻ മാത്രം മതി നല്ലൊരു ജോബ് കണ്ടുപിടിക്കാൻ വേണ്ടി. ഇനി ലിങ്ക്ഡിൻ മാത്രം മതി എന്ന് പറയുമ്പോൾ പ്രോപ്പറായിട്ട് ഒരു ലിങ്ക്ഡിൻ ഇല്ലാത്ത ആളുകൾക്ക് പുറത്തൊരു ജോലി, സ്കിൽഡ് ആയിട്ടുള്ള ജോലിയൊക്കെ നോക്കുന്ന ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുമായിരിക്കും. കാരണം അവർ ഫസ്റ്റ് നോക്കുന്നത് ലിങ്ക്ഡിൻ പ്രൊഫൈലായിരിക്കും. നമ്മുടെ CVയുടെ പ്രോപ്പറായിട്ടുള്ളൊരു ഫോർമാറ്റ് എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പിൽ നമ്മൾ നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് കൊടുക്കുക, നെയിം കൊടുക്കുക, അതേപോലെ തന്നെ നമ്മുടെ അഡ്രസ്സ് കൊടുക്കുക, അതേപോലെ തന്നെ നമ്മളെ വിളിച്ചാൽ കിട്ടുന്ന നമ്മുടെ കോൺടാക്ട് നമ്പേഴ്സ് കൊടുക്കുക,
ഇമെയിൽ ഐ ഡി കൊടുക്കുക. ഇമെയിൽ ഐ ഡി നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യുന്ന ഇമെയിൽ ഐ ഡി എപ്പോഴും കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ലിങ്ക്ഡ് ഇൻ അക്കൗണ്ടുകൾ നിങ്ങളുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് അത് സെറ്റ് ചെയ്ത ശേഷം അതിൻ്റെ URLസും അതിനകത്ത് മെൻഷൻ ചെയ്യുക. കാരണം നമ്മൾ ഇന്നത്തെ കാലത്ത് ഹാർഡ് കോപ്പി ഒന്നും അല്ല എല്ലായിടത്തും കൊണ്ടുപോയി കൊടുക്കുന്നത്, ഓൺലൈൻ വെർഷൻ ഓഫ് CVs ആണ് എല്ലായിടത്തും കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും, അവരൊരു സിസ്റ്റത്തെ ഇത് ഡൗൺലോഡ് ചെയ്യും, ആ ലിങ്കെ ക്ലിക്ക് ചെയ്യും, ഓൺ ദ സ്പോട്ടിൽ ലിങ്ക്ഡിനിൽ പോയി നോക്കും, നമ്മുടെ എക്സ്പീരിയൻസും നമ്മുടെ സ്കിൽ സെറ്റ്സും നമ്മളെ ആരെങ്കിലും റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം അവർക്ക് കാണാൻ പറ്റും. അത് മനസ്സിലാക്കുക. ഇത് കാണുമ്പോൾ തന്നെ അവരിൽ ഒരു പോസിറ്റീവ് ഇംപ്രഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ ഈ രീതിയിൽ നമ്മൾ CVയുടെ ഫസ്റ്റ് പോർഷൻ നമ്മൾ സെറ്റ് ചെയ്യണം. ഇനി ഫോട്ടോ ആഡ് ചെയ്യണമെന്ന് നമുക്ക് എപ്പോഴും നിർബന്ധമൊന്നും പറയത്തില്ല. അത് ഓരോ കമ്പനീസും ഓരോ കൺട്രീസിനും അനുസരിച്ച് ഡിഫറൻസ് വരും. സോ നിങ്ങൾക്ക് ഫോട്ടോസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോട്ടോസ് ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ നമ്മുടെ CVയുടെ ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത് ആഡ് ചെയ്യേണ്ടത് വർക്ക് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസോ ഒന്നുമല്ല. ഇനി നിങ്ങൾ ആഡ് ചെയ്യേണ്ടത് നിങ്ങളുടെ സമ്മറി. അതാണ് നിങ്ങൾ മെൻഷൻ ചെയ്യേണ്ടത്. നിങ്ങൾ ഇത്ര നാളും എന്ത് ചെയ്തു, നിങ്ങൾക്ക് എന്തൊക്കെ സ്കിൽ സെറ്റ്സ് ഉണ്ട്, നിങ്ങൾ ഏതൊക്കെ ടൂളിലാണ് വർക്ക് ചെയ്തിരിക്കുന്നത്, അത് നിങ്ങൾ ഡീറ്റെയിൽഡായിട്ട് മെൻഷൻ ചെയ്യുക. അതിനകത്ത് അത് നമുക്ക് ആ ഫസ്റ്റ് പേജിലൊരു മിഡിൽ പൊസിഷനിൽ വരെ നമുക്ക് അത് ആഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. അതാണ് നമ്മൾ രണ്ടാമത്തെ സെക്ഷനിലായിട്ട് സെറ്റ് ചെയ്യേണ്ടത്. അവിടെ നിങ്ങൾക്ക് എത്ര നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, അതേപോലെ തന്നെ നിങ്ങൾ ഇത്രയും നാൾ എന്തൊക്കെ ഡൊമൈനുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ സ്കിൽ സെറ്റ്സ് ആണ് നിങ്ങൾക്കുള്ളത്, അതേപോലെ തന്നെ നിങ്ങൾ ഏതൊക്കെ ടെക്നോളജികളിൽ വർക്ക് ചെയ്തു, ഏതൊക്കെ ടൈപ്പ് ഓഫ് പ്രോജക്റ്റിൽ വർക്ക് ചെയ്തു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽഡായിട്ട് അതിനകത്ത് മെൻഷൻ ചെയ്ത് കൊടുക്കും. ഇനി മൂന്നാമത്തെ സെക്ഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും പർട്ടിക്കുലർ ടൂളിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ടൂൾസ്, ഇപ്പം നിങ്ങൾ IT ഫീൽഡോ അല്ലെങ്കിൽ എന്തെങ്കിലും പർട്ടിക്കുലർ അങ്ങനെ ഒരു സ്കില്ലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ യൂസ് ചെയ്യുന്ന ടൂൾസൊക്കെ അവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കുക. അതതിന് താഴെയായിട്ട് കുഞ്ഞൊരു ബോക്സ് ടൈപ്പിൽ നിങ്ങൾ സെറ്റ് ചെയ്താൽ മതി. ഇനി നാലാമത്തെ സെക്ഷനിലേക്ക് വരുമ്പം അവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ് മെൻഷൻ ചെയ്യേണ്ടത്. വർക്ക് എക്സ്പീരിയൻസ് ചുമ്മാ എന്തെങ്കിലും ആഡ് ചെയ്ത് നിങ്ങളുടെ, അതായത് നിങ്ങൾ ഇന്ന കമ്പനി ഇന്ന ടൈം തൊട്ട് ഇന്ന ടൈം വരെ നിങ്ങൾ ഇന്ന പൊസിഷനിൽ വർക്ക് ചെയ്തു, ഇതാണ് പലരുടെയും വർക്ക് എക്സ്പീരിയൻസ്. അതങ്ങനെ കൊടുക്കരുത്. പകരം എന്ത് ചെയ്യണം, നിങ്ങൾ എത്ര കമ്പനി വർക്ക് ചെയ്തിട്ടുണ്ടോ അത്രയും കമ്പനിയുടെ നെയിംസ്, അവിടെ നിങ്ങൾ എന്ത് റോളിലാണ് വർക്ക് ചെയ്തത്, ഏത് ടൈം തൊട്ട് ഏത് ടൈം വരെയാണ് നിങ്ങൾ വർക്ക് ചെയ്തത്, അവിടുത്തെ നിങ്ങളുടെ ജോബ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യണം. അതാണ് അതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. ജോബ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ക്ലിയർ ആയിട്ട് ഇത് വായിച്ചു നോക്കുന്ന ഒരു റിക്രൂട്ടർക്ക് അല്ലെങ്കിൽ HR മനസ്സിലാവണം, അല്ലെങ്കിൽ അവരതൊരു മറ്റൊരു പാനലിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവണം ഈ ഒരു പർട്ടിക്കുലർ പേഴ്സണെ എടുത്തു കഴിഞ്ഞാൽ ഈ ആൾക്ക് ഇന്നതൊക്കെ ഹാൻഡിൽ ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ട്, ഇന്നതൊക്കെയാണ് ഇയാളുടെ എക്സ്പീരിയൻസ് ആയിട്ട് വരുന്നത്. സോ ഈ കാര്യങ്ങൾ അവർക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിനുശേഷം ഇത് നമുക്ക് മൾട്ടിപ്പിൾ കമ്പനീസ് ഉണ്ടെങ്കിൽ ഇതെല്ലാം പ്രോപ്പറായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഇനി അഞ്ചാമത്തെ സെക്ഷൻ, അപ്പോൾ നമ്മുടെ വർക്ക് എക്സ്പീരിയൻസിൻ്റെ സെക്ഷൻ കഴിഞ്ഞേ. അപ്പോൾ ഇനിയുള്ളത് അഞ്ചാമത്തെ സെക്ഷനിലാണ് നിങ്ങൾ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് എഴുതേണ്ടത്. അല്ലാതെ ഒരു ഫ്രഷറായിട്ട് അപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് ചിലപ്പം വർക്ക് എക്സ്പീരിയൻസ് കാണത്തില്ല. അപ്പം അവർക്ക് നോർമലി വർക്ക് എക്സ്പീരിയൻസിൻ്റെ അവിടെ നോർമലി അതിന് പകരമായിട്ട് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് വരും. സോ അപ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ സൈഡിൽ നിങ്ങൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടോ അത് നിങ്ങൾ SSLC തൊട്ടുള്ളതൊന്നും എഴുതണമെന്ന് നിർബന്ധമില്ല. ഇപ്പം നിങ്ങൾ SSLCയും +2 കഴിഞ്ഞ് ഡിഗ്രി ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിഗ്രിയുടെ നമുക്ക് അവിടെ മെൻഷൻ ചെയ്യാം. അതേപോലെ തന്നെ PG ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അത് മെൻഷൻ ചെയ്യാം. ഇനി ഡിഗ്രിയും PGയും ചെയ്തിട്ടില്ല, എന്തെങ്കിലും പർട്ടിക്കുലർ ഡിപ്ലോമ കോഴ്സാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ അത് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യാം. ഓക്കെ, ഈ രീതിയിൽ സെറ്റ് ചെയ്യുക. നമ്മൾ പഠിച്ച എല്ലാ കോഴ്സുകളും മെൻഷൻ ചെയ്യേണ്ട, ഏറ്റവും ലാസ്റ്റ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ മെൻഷൻ ചെയ്യുക. ഇപ്പം SSLC കഴിഞ്ഞ് നമ്മൾ പല കോഴ്സുകളും നമ്മൾ പഠിച്ചിട്ട് കാണും. സോ അങ്ങനെ പഠിച്ചിട്ടുള്ളതിനകത്ത് നിന്ന് ഏറ്റവും ലാസ്റ്റ് പഠിച്ച കാര്യങ്ങൾ തൊട്ടൊരു 2-3 എണ്ണം ആഡ് ചെയ്യുക. അതെവിടെയാണ് പഠിച്ചത്, എന്താണ് പഠിച്ചത്, അതേപോലെ തന്നെ ആ പഠിച്ച യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ആ പഠിച്ച കോളേജിൻ്റെയൊക്കെ വെബ്സൈറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അതിനകത്ത് ആഡ് ചെയ്യാവുന്നതാണ്. സോ ഇങ്ങനെ അഞ്ചാമത്തെ സെക്ഷന് നമ്മൾ ആഡ് ചെയ്തു. ഇതിന് ശേഷം നമ്മൾ ഡിക്ലറേഷൻ ആഡ് ചെയ്യും. ഇനി ഇതിന് താഴേക്ക് ആരും കൊണ്ടുപോയി അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസും അതേപോലെ തന്നെ നിങ്ങളുടെ ഹോബീസ് ഈ വക കാര്യങ്ങളൊന്നും നിങ്ങൾ ആഡ് ചെയ്യേണ്ട. അതൊക്കെ പഴയ ടെക്നിക്കാണ്. ഹോബീസൊക്കെ എന്തിനാണ് ഇപ്പോൾ ആഡ് ചെയ്ത് വെക്കുന്നത്? നിങ്ങളുടെ ഹോബീസ് അറിയാനുള്ള താല്പര്യമുള്ള പുതിയ ലോകത്ത് കമ്പനീസ് ഉണ്ടോ? മേ ബി ഉണ്ടാവാം, പക്ഷേ ഇന്നത്തെ കാലത്ത് ആരും അങ്ങനെ സ്റ്റാൻഡേർഡ് CV ഉണ്ടാക്കുന്നിടത്ത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സോ അതുകൊണ്ട് അതൊന്നും മെൻഷൻ ചെയ്യേണ്ട. ജസ്റ്റ് അതിന് താഴെ ഡിക്ലറേഷൻ, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ അറിവിലും നമ്മുടെ സമ്മതത്തിനും കറക്റ്റ് ആണെന്നുള്ള ഒരു രീതിയിൽ നമ്മളൊരു ഡിക്ലറേഷൻ കൊടുക്കും. സോ അതും കൊടുക്കുക. അത് കൊടുത്ത ശേഷം, ഇത്രയും കൊടുത്തതിന് ശേഷം നമ്മൾ ഡേറ്റും സ്ഥലവും സൈനും കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ CV കംപ്ലീറ്റ് ചെയ്യും. സോ ഇതാണ് നമ്മൾ പ്രോപ്പറായിട്ടൊരു CVയുടെ കാര്യത്തിൽ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഇതല്ലാതെ ചുമ്മാ ജസ്റ്റ് നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് ഒരു പേജ് ഫുള്ള്, അതിനുശേഷം
ഏതെങ്കിലും 2 കമ്പനി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ട് ഡേറ്റും എൻഡ് ഡേറ്റും മാത്രം കൊടുത്ത് ജസ്റ്റ് ഒരു ഇത് കൊടുത്ത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും കൊടുത്ത് അപ്ലൈ ചെയ്താൽ നമ്മളെ സെലക്ട് ചെയ്യത്തില്ല. കോമ്പറ്റീഷൻ വളരെ കൂടുതലുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു റോളിൽ നമ്മൾ സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് സംതിങ് ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാവണം. അത് നമ്മുടെ റെസ്യൂമിൽ നമുക്കത് കൺവേ ചെയ്യാൻ പറ്റണം. നമുക്ക് പോയി ഡയറക്റ്റ് ഒരു HR-നോടോ അല്ലെങ്കിൽ ഒരു റിക്രൂട്ടറോടോ ഒരു ഇൻ്റർവ്യൂ പാനലിനോടോ നമുക്കൊരു കോൾ ഇൻ്റർവ്യൂ കോൾ വരുന്നിടം വരെ സംസാരിക്കാൻ പറ്റത്തില്ല. നമ്മളൊരു മെയിൽ അപ്ലൈ ചെയ്ത് അവർ ഷോർട്ട് ലിസ്റ്റ് ആവുന്നിടം വരെ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പം നമ്മളെക്കുറിച്ചുള്ള ഒരു ബെസ്റ്റ് ഇംപ്രഷൻ കൊടുക്കാൻ നമ്മുടെ CV-കൾക്കേ പറ്റുള്ളൂ. സോ അതുകൊണ്ട് തന്നെ CV അല്ലെങ്കിൽ റെസ്യൂമി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇത് മനസ്സിൽ വെച്ചിട്ട് ചെയ്യുക. ഇനി ഓരോ ജോബ്സിനും അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ പറ്റുമെങ്കിൽ അതിൻ്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ വായിച്ച് മനസ്സിലാക്കി വെച്ചിട്ട് അത് വെച്ചിട്ട് വേണം റെസ്യൂമി ക്രിയേറ്റ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും. സോ ഇത് അപ്ഡേറ്റ് ചെയ്യാതെ നമ്മൾ അപ്ലൈ ചെയ്താലും ചില ജോബ്സ് ഒന്നും നമുക്ക് കിട്ടണമെന്നില്ല. ചില ആളുകൾ പറയുന്നത് കേൾക്കാം, ഞാൻ 1000കണക്കിന് ജോബ്സിന് അപ്ലൈ ചെയ്തു, പക്ഷേ ഒന്നിനും എനിക്ക് കോൾ വന്നിട്ടില്ല. കാരണം ഇതാണ്, പ്രോപ്പറായിട്ട് CV കാണത്തില്ല. ഞാൻ തന്നെ ഇപ്പം നോക്കിയ പല CV-കളിലും വളരെ മോശം അവസ്ഥയിലാണ് പലരുടെ CV. സോ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആളുകൾ അല്ലെങ്കിൽ CV ക്രിയേറ്റ് ചെയ്യാൻ അറിയത്തില്ലാത്ത ആളുകൾ പല വെബ്സൈറ്റുകളും അതായത് ഓൺലൈൻ പ്ലാറ്റ്ഫോംസും അവൈലബിൾ ആണ്. സോ ഈ പ്ലാറ്റ്ഫോംസിനകത്തൊക്കെ നമുക്ക് നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള CV ക്രിയേറ്റ് ചെയ്ത് തരും. സോ CV ക്രിയേറ്റ് ചെയ്യുമ്പോൾ 3 പേജ് 4 പേജ് ഒന്നും ക്രിയേറ്റ് ചെയ്യേണ്ട, 2 പേജ് മതി. അല്ലെങ്കിൽ അങ്ങേയറ്റം പോയാൽ 3 പേജ്, 2 പേജിൽ തന്നെ ഒതുക്കാൻ ശ്രമിക്കുക. കാരണം ഒത്തിരി ലെങ്തി ആയിട്ടുള്ള CVs വന്നു കഴിഞ്ഞാലും നമുക്ക് ഇത് അവോയ്ഡ് ചെയ്യാനുള്ളൊരു ചാൻസ് വളരെ കൂടുതലാണ്. സോ അതുകൊണ്ട് മാക്സിമം 2 പേജ്. ഇനി ഒത്തിരി വർക്ക് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ 3 പേജ്. സോ ഈ രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോ കമ്പനിക്കും അനുസരിച്ചിട്ട് വായിച്ച് നോക്കി എപ്പോഴും അപ്ഡേറ്റ് ചെയ്യാൻ ടൈമില്ല, അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് എന്തൊക്കെ എക്സ്പീരിയൻസ് ആണ്, സ്കിൽ സെറ്റ്സ് ആണ് ഏറ്റവും കൂടുതലായിട്ട് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. ആ ടെക്നോളജീസ് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ആ ഒരു സ്കിൽ സെറ്റ് നിങ്ങൾ ആർജിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നിട്ട് അത് നിങ്ങളുടെ റെസ്യൂമിൽ ആഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ആ ഒരു മേഖലയിൽ ആ ഒരു പർട്ടിക്കുലർ ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യുക. സോ അങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കോൾസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. സോ ആ രീതിയിൽ അത് സെറ്റ് ചെയ്യുക. പിന്നെ വിദേശത്തേക്ക് ജോലി നോക്കുന്ന ആളുകൾ നല്ല കവർ ലെറ്റർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല കവർ ലെറ്റർ ഇല്ലാതെ നിങ്ങൾ പുറത്തുള്ള ജോലിക്ക് അപ്ലൈ ചെയ്താൽ നിങ്ങളെ വിളിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. സോ നല്ല കവർ ലെറ്റർ പ്രിപ്പയർ ചെയ്ത ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. കവർ ലെറ്റർ പ്രിപ്പയർ ചെയ്യാനും ഉള്ള വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ CV ക്രിയേറ്റ് ചെയ്യാനുള്ള വീഡിയോസും ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അത് ആഡ് ചെയ്തേക്കാം, നിങ്ങൾക്ക് പോയി വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഇനി കവർ ലെറ്ററിൻ്റെ നിൽക്കട്ടെ, നമ്മൾ CV-യുടെ കാര്യത്തിൽ ഞാൻ പരിചയപ്പെടുത്തിയിരിക്കുന്നത് ഒരു ഓൺലൈൻ സൈറ്റാണ്. നിങ്ങൾക്കറിയാം, ഓൺലൈനായിട്ട് നമ്മൾ CV ക്രിയേറ്റ് ചെയ്യാൻ നല്ല ഹൈലി പെയ്ഡ് ആണ് പല വെബ്സൈറ്റുകളും. നല്ലപോലെ പേയ്മെൻറ്റ് കൊടുത്താൽ മാത്രമേ പല CVസും നമുക്ക് ഓൺലൈൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അന്ന് ഞാൻ പരിചയപ്പെടുത്തിയ ആ ഒരു വെബ്സൈറ്റിൽ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് നമുക്ക് CVs ക്രിയേറ്റ് ചെയ്യാം. അതൊരു പ്രോപ്പർ സ്ട്രക്ചറും കാര്യങ്ങളും എല്ലാം തരാം. പക്ഷേ അതിനകത്ത് എന്ത് ഇൻപുട്ട് കൊടുക്കണമെന്ന് നിങ്ങളുടെ കയ്യിലാണ്. കാരണം നിങ്ങളുടെ ജോബ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് വെച്ചിട്ട് വേണം നിങ്ങളത് ചെയ്യാൻ. സോ നിങ്ങൾക്ക് തന്നെ അത് റിസർച്ച് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് അത് ചെയ്യുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാം ID ആദ്യമേ പറഞ്ഞായിരുന്നു. ഇൻസ്റ്റാഗ്രാം വഴിയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ത്രൂവോ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് CV നമ്മുടെ സൈഡിൽ നിന്ന് ക്രിയേറ്റ് ചെയ്ത് തരാവുന്നതാണ്. പക്ഷേ അതിന് കുറച്ച് ടൈം എടുക്കും. കാരണം നമുക്ക് ഈ ഒത്തിരി CVസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് വേറെ തിരക്കുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു 2 ദിവസത്തെ സമയം നിങ്ങൾ CVക്ക് വേണ്ടി നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 ദിവസത്തെങ്കിലും സമയം വേണ്ടി വരും. അപ്പോൾ സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ സൈഡിൽ നിന്ന് തന്നെ നിങ്ങൾ റിസർച്ച് ചെയ്ത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസും നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസും ഒക്കെ അനുസരിച്ചിട്ടുള്ളത് ക്രിയേറ്റ് ചെയ്യാവുന്ന നോക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാവുന്നതാണ്. സോ അതാണ് നമ്മുടെ CV പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അവോയ്ഡ് ചെയ്യേണ്ട മിസ്റ്റേക്കുകൾ. ചുമ്മാ വാരി വലിച്ചെഴുതാതെ പ്രോപ്പറായിട്ടുള്ള CV ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. സോ അതായിരുന്നു ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചതും നിങ്ങളിലേക്ക് ഷെയർ ചെയ്തതും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുകയും ചെയ്യുക. അതുവഴി നമുക്ക് നമ്മുടെ വീഡിയോയുടെ ക്വാളിറ്റി ഇനി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതനുസരിച്ച് നമ്മുടെ വരുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഡിഫറൻസ് ഫീൽ ചെയ്യും. സോ അതേപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. സോ അതും കൂടെ എല്ലാവരും പരിഗണിക്കുക. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരെ ടേക്ക് കെയർ, ബൈ.